ഹലോ ഗായ്സ്, നമ്മൾ ഇവിടെ വന്നിട്ട് ചിക്കൻ വാങ്ങാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഗായ്സ്, ഇന്ന് സാലറി ഡേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ ഹോസ്പിറ്റലിൽ വന്ന ശേഷം ഇവിടെ നിന്ന് അടുത്ത് എനിക്ക് തോന്നുന്നു ഒരു 10-25 മിനിറ്റൊക്കെ നടക്കാനുണ്ടാവും. ഇവിടെ പോയിട്ട് ഞങ്ങൾ കുറച്ച് ചിക്കൻ വാങ്ങി. ഇവിടെ ചിക്കന് നല്ല വിലയാണ്. ചെന്നൈയിൽ സാധാരണ ചൂടുള്ള ടൈമിൽ നമ്മുടെ നാട്ടിലേക്ക് ചിക്കന് നല്ല രീതിക്ക് വില കൂടും, വില കുറയും. പക്ഷേ ഇവിടെ ചൂടുള്ള ടൈമിലും ചിക്കന് വില കൂടുതലാണ്. അതുപോലെ തന്നെ തണുപ്പുള്ള സമയത്തും തണുപ്പുള്ള സ്ഥലത്ത് ഓൾറെഡി വില കൂടുതലായിരിക്കും. എന്നാലും ഇവിടെ എന്താ നടക്കുന്നത് നമുക്ക് മനസ്സിലാവാത്തൊരു കാലാവസ്ഥ ഇവിടെ. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ചിക്കൻ കറി ചോറ് ആദ്യം വെച്ചത്. ചോറ് വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താക്കി, കാരണം ഒരു കുക്കറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കുക്കറിൽ ഞങ്ങൾ ഫസ്റ്റ് ചോറ് വെച്ചിട്ട് മാറ്റി, ഇല്ലെങ്കിൽ ചോറിനോട് സ്മെല്ല് വരുമല്ലോ വിചാരിച്ചിട്ട്. അത് പെട്ടെന്ന് വേവുന്ന അരിയാണ്, അത് മാറ്റി. അത് കഴിഞ്ഞ് ഞങ്ങൾ ചിക്കൻ കറി വെച്ചു. ഇവിടെ ഉപ്പിന് ഡെപ്പില്ല കേസ്, അതുകൊണ്ട് ഞാൻ ആ ഉപ്പ് ആ കവറിൽ തന്നെ വെച്ചിട്ട് ആ കവറിൽ നിന്ന് തന്നെ എടുത്തിടുന്നത്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ തന്നെ പാക്ക് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് തന്നെ തിരിച്ചു വെക്കും. അങ്ങനെ ജസ്റ്റ് ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്ക് മതി. പക്ഷേ ആദ്യം ഇടണ്ടെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ എന്താക്കി, മുറിച്ച് പോയി. പിന്നെ എനിക്കത് ഇടാതിരിക്കാൻ ഓപ്ഷൻ ഇല്ല. പിന്നെ അതിട്ടു. പിന്നെ ചിക്കനിന് ഓൾറെഡി വെള്ളം ഇറങ്ങുന്നതുകൊണ്ട്, പിന്നെ ഞങ്ങൾ 2 പേരും മാത്രം കഴിക്കുന്നത് കൊണ്ടും കുറച്ച് ക്വാണ്ടിറ്റിയിലേ വെച്ചിട്ടുള്ളൂ. അങ്ങനെ ചിക്കൻ കറി ആയി. പക്ഷെ എനിക്ക് ചെറിയൊരു പേടി, ഈ കുക്കറിൽ വിസിൽ വരത്തില്ല. അതുകൊണ്ട് തന്നെ അടി പിടിക്കുമെന്നൊരു പേടിയാണ്. അപ്പോൾ ഞാൻ കുറേ നേരം ആലോചിച്ച് നിന്ന്, ഇനിയിപ്പോൾ അടച്ച് വെക്കണോ വേണ്ടയോ എന്നൊക്കെ. അതെന്തുകൊണ്ടാണ് വിസിൽ വരാത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. പിന്നെ ഞാൻ എന്തായാലും കുഴപ്പമില്ല, അടച്ച് വെച്ചിട്ടൊരു കറക്റ്റ് ഒരു 11 മിനിറ്റ് ഞാൻ നോക്കി. 11 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ 2 വെന്തിട്ടില്ല. പിന്നെ ഞാനത് ഓപ്പൺ ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇത് പിന്നെ പൊരിക്കാനുള്ള ചിക്കനാണ്. അതിൻ്റെ ഇടയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു പെപ്സീൻ്റെ ഒരു ബോട്ടിലും ഒരു ഇലയിട്ടിൻ്റെ കപ്പ് കേക്കും ഉണ്ടായിരുന്നു, അതും കഴിച്ചു. അങ്ങനെ ഞാൻ അത് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ അതിന് കുറച്ച് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞങ്ങൾക്കിവിടെ ഗ്യാസ് സ്റ്റൗ ഇല്ല, കറണ്ട് അടുപ്പിൽ തന്നെ കുക്ക് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം പെട്ടെന്ന് അടി പിടിക്കും. പക്ഷെ മാക്സിമം നല്ലോണം കുറച്ചിട്ട് ഞങ്ങൾ കുക്ക് ചെയ്തത്. പക്ഷെ നല്ല രീതിക്ക് അടി പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് മാറ്റി വേറൊരു പാനിലേക്ക് വെച്ചു. പക്ഷെ അതൊന്നും ഇതിൽ കാണുന്നില്ല. പിന്നെ ഞങ്ങൾ ചിക്കൻ പൊരിച്ചു. ചോറ്, ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത്, മാങ്ങേൻ്റെ അച്ചാറ്, അതൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത്. പിന്നെ കുറച്ച് വെള്ളമാതിരി തോന്നിയിരുന്നു. കുറച്ചും കൂടെ ചിക്കൻ വേവാനുണ്ടായിരുന്നു. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചത്. പിന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ചായിരുന്നു. അങ്ങനെ ചിക്കൻ കറി ഏകദേശം ആയി വരുന്നുണ്ടായിരുന്നു. ആ ചിക്കൻ കറി ആയി. ചിക്കൻ പൊരിക്കാൻ വെച്ചു. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്.